ലോകം മുഴുവൻ ഒരു മനുഷ്യനെ ദൈവത്തെ പോലെ ആരാധിക്കുമ്പോൾ ആ ദൈവം നെഞ്ചിലേറ്റിയ ഒരേയൊരു മാന്ത്രികനുണ്ടായിരുന്നു, പബ്ലോ സിസർ ഐമർ. കളി കാണാൻ കാശില്ലാത്ത കാലത്തെ മെസ്സി തൻ്റെ മുറിയിലെ ചുവരിൽ ഒട്ടിച്ചു വെച്ചത് ഈ മനുഷ്യൻ്റെ ചിത്രമായിരുന്നു. ലയണൽ മെസ്സിയെ ഫുട്ബോൾ മൈതാനത്തെ പ്രണയിക്കാൻ പഠിപ്പിച്ച ആ ഗുരുവിനെ പക്ഷേ കാലം വിളിച്ചത് ഇങ്ങനെയായിരുന്നു: ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ദുരന്തം. എൽ പായസോ, കോമാളി എന്നായിരുന്നു വിളിപ്പേരെങ്കിലും ഐമർ പന്തുമായി ഇറങ്ങിയാൽ അതൊരു കവിതയായിരുന്നു. മൈതാനത്തെ മാലാഖമാർ നൃത്തം വെക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ മൊമെൻറ്റും. സിനദിൻ സിദാൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്ലേമേക്കർ ഐമറാണ്. അത്രമേൽ ശുദ്ധമായ കലർപ്പില്ലാത്ത കാൽപന്ത് സൗന്ദര്യമായിരുന്നു അർജന്റീനക്കാരൻ. വലൻസിയയെ സ്പെയിനിൻ്റെ നെറുകയിലെത്തിച്ച ആ കാലം ഫുട്ബോൾ ലോകം ഐമറുടെ കാൽക്കീഴിലായിരുന്നു. പക്ഷേ ചില പ്രതിഭകളോടെ വിധിക്ക് കടുത്ത അസൂയയായിരിക്കും. ഒരു കളിമൺ പ്രതിമ പോലെ ഐമറുടെ ശരീരം പരിക്കുകൾക്ക് മുന്നിൽ തകർന്നുപോയി. ഒന്നിനു പിറകെ ഒന്നായി ആ മനോഹര കരിയറിനെ വേട്ടയാടി. ആർക്കും തടുക്കാൻ കഴിയാത്ത ഡ്രിബ്ലിങ്ങുകളെ പരിക്കുകൾ ക്രൂരമായി ചവിട്ടി വീഴ്ത്തി. കളിക്കളത്തിൽ കാറ്റായി മാറേണ്ടിയിരുന്ന ഐമർ കരിയറിൻ്റെ ഭൂരിഭാഗം സമയവും വേദനയോടെ ബെഞ്ചിലിരുന്ന് തീർത്തു. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും നിർഭാഗ്യവാനായ രാജകുമാരൻ. ഒടുവിൽ പരിക്കുകളോട് തോറ്റ് 2015 ആ മാന്ത്രികൻ ബൂട്ടഴിച്ചു. അന്ന് ഫുട്ബോൾ ലോകം ഒരുമിച്ച് കരഞ്ഞു. എന്നാൽ വിധിയോട് കാലം കാത്തുവെച്ച ഒരു മധുര പ്രതികാരം ഉണ്ടായിരുന്നു. കളിക്കാരനായി ഐമറിന് നേടാൻ കഴിയാതിരുന്ന ലോക കിരീടം 2022 അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫായി അദ്ദേഹം മുത്തമിട്ടു. അന്ന് തൻ്റെ ഹീറോയെ കെട്ടിപ്പിടിച്ച് മെസ്സി കരഞ്ഞപ്പോൾ നിർഭാഗ്യമെന്ന വാക്ക് അവിടെ പരാജയപ്പെടുകയായിരുന്നു. ട്രോഫികളുടെ എണ്ണം നോക്കിയല്ല ചരിത്രം പ്രതിഭകളെ അളക്കുന്നത്, അവർ തന്ന ഓർമ്മകളെ നോക്കിയാണ്. പബ്ലോ ഐമർ, നിങ്ങൾ ഫുട്ബോളിലെ നിർഭാഗ്യമായിരിക്കാം, പക്ഷേ നിങ്ങളാണ് ഈ കളിയെ ഇത്രമേൽ സുന്ദരമാക്കിയത്. കാലം എത്ര കഴിഞ്ഞാലും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിങ്ങളെന്നും ജീവിച്ചിരിപ്പുണ്ടാകും.